ഏവർക്കും നമസ്കാരം. ഏവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയം ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഈ വർഷത്തെ വിഷുഫലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ വർഷത്തെ വിഷു സംക്രമത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. മീനശനി, ഇടവ വ്യാഴം, കൊലവർഷം 1200, മേടമാസം 1-ാം തീയതി, അതായത് ഇംഗ്ലീഷ് തീയതി 14 ഏപ്രിൽ 2025, തിങ്കളാഴ്ച, ഉദയാൽപൂർവം 7 നാഴികയും 17 വിനാഴികയും ചെന്നപ്പോൾ IST പറയുകയാണെങ്കിൽ 3 മണി 23 മിനിറ്റ് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിലെ പ്രഥമതിഥിയും വരാഹകരണവും വജ്രനാമനിത്യയോഗവും കൂടിയ സമയം. കുംഭം രാശി ഉദിച്ചപ്പോൾ ഭൂമി ഭൂതോദയം കൊണ്ട് മേഷ രവി സംക്രമം. ഈ വർഷത്തെ വിഷുഫലം മുൻ വർഷത്തെ അപേക്ഷിച്ച് അത്ര മോശമായ ഒന്നല്ല. പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വിഷുഫലമാണ് ഈ വർഷത്തെ. വിഷുവിനൊരു പ്രത്യേകതയുണ്ട്. കാരണം വിഷു കഴിഞ്ഞിട്ട് വലിയ കാലതാമസം കൂടാതെ തന്നെ വ്യാഴം മാറുകയാണ്. അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ രാഹുകേതുക്കളും രാശി മാറുന്നുണ്ട്. ശനിയുടെ പകർച്ച ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഈ കാലഘട്ടം എന്ന് വെച്ചാൽ വിഷുവിന് തൊട്ട് മുമ്പായിട്ടും വിഷു കഴിഞ്ഞതിന് ശേഷവും പ്രധാന ഗ്രഹങ്ങളുടെയൊക്കെ പകർച്ച സംഭവിക്കുകയാണ്. നമുക്കറിയാം, വ്യാഴം, ശനി, രാഹുകേതുക്കൾ ഇവയാണ് സാധാരണഗതിയിൽ ഗോചരത്തിൽ കൂടുതൽ ഫലങ്ങൾ നൽകുന്നത്. അതുകൊണ്ടാണ് ഇവയുടെ പകർച്ച വരുമ്പോൾ അതിന് വളരെ പ്രാധാന്യത്തോടെ എടുത്ത് അതിൻ്റെ ഫലങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. ഈ വർഷത്തെ വിഷുഫലത്തിൻ്റെ പ്രത്യേകത, വ്യാവസായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വിഷുഫലമാണ്. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ വിജയത്തിനും വിദ്യയുടെ ഉയർച്ചയ്ക്കും പറ്റിയ വിഷുഫലമാണിത്. ഈ കാർഷിക മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വടക്ക് ദിക്കില് കൃഷിയുടെ പുരോഗതി അല്പം കുറഞ്ഞിരിക്കും. പക്ഷെ അതിനെ അപേക്ഷിച്ച് തെക്ക് ദിക്കില് കൃഷിയുടെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കും. അല്ലെങ്കിൽ കൃഷിയിൽ നിന്നും നല്ല ലാഭമൊക്കെ ഉണ്ടാക്കാവുന്ന സാഹചര്യമാണ് ഈ വിഷുഫലം കൊണ്ട് ഉണ്ടാകുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ ഈ വർഷത്തെ വിഷുഫലം 12 രാശികളുള്ളതിൽ ഏറെക്കുറെ രാശികൾക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷം രാശികൾക്കും ഗുണഫലം നൽകുന്ന ഒന്നാണ്. അതിൽ ആദ്യം നമുക്ക് മേടൻ രാശി നോക്കാം. മേടൻ രാശി അല്ലെങ്കിൽ മേടക്കൂർ ശ്രദ്ധിക്കാം. മേടക്കൂറിൽ അശ്വതിയുണ്ട്, ഭരണിയുണ്ട്, കാർത്തികയുടെ അവസാന പാദമുണ്ട്. അപ്പൊ ഈ മേടക്കൂറിലെ ഇപ്പോഴത്തെ അവസ്ഥ, മേടൻ രാശിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 2-ൽ വ്യാഴമുള്ള കാലഘട്ടമാണ്. ഈ വ്യാഴം ഇപ്പൊ താമസിയാതെ അടുത്ത മാസം 14-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്ക് വ്യാഴം 3-ലേക്ക് മാറും. അതുപോലെ തന്നെ ശനി ഇപ്പൊ 12-ൽ വന്ന് ദോഷം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ രാഹുകേതുക്കള് ഇപ്പോ 12-ൽ നിൽക്കുന്ന രാഹു 11-ലേക്ക് പോകും. 6 നിൽക്കുന്ന കേതു 5-ലേക്ക് വരും. അപ്പൊ ഈ രാശിക്കാരുടെ ഈ വിഷുഫലം ശ്രദ്ധിച്ചാൽ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് വളരെ അനുകൂല കാലഘട്ടമാണിത്. തൊഴിൽ മേഖലയിലുള്ളവർക്ക് ഗുണമുണ്ടാകും. പുതുതായിട്ട് ഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ കെട്ടിടം പണിയാനോ ഒക്കെ ഉദ്ദേശമുള്ളവർക്ക് അത് നടക്കും. കാർഷിക മേഖലയിലുള്ളവർക്ക് ഗുണമാണ്. ഇനി ആരെങ്കിലും വിദേശത്തേക്ക് യാത്ര പോകാൻ നനച്ചിരുന്നിട്ട് നടക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് വിദേശയാത്ര വേഗത്തിൽ സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരും. വാഹനങ്ങൾ വാങ്ങാൻ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിക്കുന്നതാണ്. എങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ കൂറുകാർക്കുണ്ട്. ഇപ്പോൾ കണ്ണിന് എന്തെങ്കിലും രോഗം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ചെവിക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാവുകയോ അല്ലെങ്കിൽ മൂക്കിന് എന്തെങ്കിലും രോഗം ഉണ്ടാകുകയോ അല്ലെങ്കിൽ പല്ലിന് എന്തെങ്കിലും രോഗം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 7-ര ശനിയും കൂടിയാണല്ലോ. അതുകൊണ്ട് ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ശാസ്താവിൻ്റെ അമ്പലങ്ങളിൽ ദർശനമൊക്കെ നടത്തി നീരാഞ്ജന വിളക്കൊക്കെ കൊളുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കണം. ഇവകളൊക്കെ ചെയ്യാവുന്നതാണ്. എങ്കിലും അവർക്ക് ഇപ്പോൾ അടുത്ത 1 മാസത്തേക്ക് വ്യാഴത്തിന്റെ ആനുകൂല്യമുണ്ട്. 1 മാസം കഴിയുമ്പോഴത്തേക്ക് വ്യാഴം മാറും. ആ സാഹചര്യത്തിൽ അവര് മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ അവതാരമൂർത്തികളുടെ ക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തി നമുക്ക് കഴിയുന്ന തരത്തിലുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് ഈശ്വരാധീനം വരുത്താവുന്നതാണ്.